സ്നേഹസൗഹൃദങ്ങളെ, നിങ്ങൾക്കേവർക്കും പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണൻ്റെ സന്തോഷം എപ്പോഴും പോകുന്ന പോക്കിലൊക്കെ പച്ചപ്പ് തേടിയാണ് നടക്കുന്നത്. അങ്ങനെ പോകുന്ന പോക്കിലാണ് ഇത്തരമൊരു കാഴ്ച കാണുവാനിട വന്നത്. മൂവാറ്റുപുഴയിൽ നിന്ന് കോതമംഗലത്തേക്ക് പോകുന്ന വഴിയിൽ കറുകടം എന്ന സ്ഥലത്താണ് ഈ കാണുന്ന പേൾ ഗ്രാസ് എന്ന ഒരു സംരംഭം നിലനിൽക്കുന്നത്. ഇത് നമ്മളെല്ലാവരും മുറ്റത്ത് പുല്ല് വിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഗാർഡൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പഴയ കാരണവന്മാരൊക്കെ മുറ്റത്ത് ഒരു നാമ്പ് പുല്ല് കണ്ടാൽ അപ്പോൾ തന്നെ അവ പിഴുതെറിയുമായിരുന്നു. ആധുനികതയിലേക്ക് വന്നതോടുകൂടി നമ്മളൊക്കെ മുറ്റത്തുനിന്നല്ല പുരയ്ക്കകത്ത് വരെ പുല്ല് പിടിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത്തരം ഒരു കാഴ്ചകളിലേക്കും രീതികളിലേക്കും ഒക്കെ നമ്മൾ മാറിയത് പുതിയ കാലത്തിൻ്റെ പ്രത്യേകതയാണല്ലോ. എന്നാൽ ഈ പച്ചപ്പിന് വേണ്ടുന്ന ഏത് തരം പുല്ലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ഇവിടെ ഒരു പരിചയപ്പെടുത്തൽ നടത്തുകയാണ് ഞാൻ പറഞ്ഞു. മൂവാറ്റുപുഴയിൽ നിന്നും കോതമംഗലത്തേക്ക് പോകുന്ന വഴിയിൽ കറുകടം എന്ന സ്ഥലത്ത് ആണ് ഈ സംരംഭം നിലനിൽക്കുന്നത്. വിശാലമായ ഗ്രൗണ്ടിൽ പലതരം പുല്ലുകൾ അദ്ദേഹം കൃഷി ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ, മനോജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമ്മൾ അവിടെ ചെല്ലുകയേ വേണ്ടൂ. നമുക്ക് ഏത് തരം പുല്ലാണ് നമുക്ക് നമ്മുടെ വീടിനോട് ചേർന്ന, നമ്മുടെ മുറ്റത്തിനോട് ചേർന്ന തരത്തിൽ പിടിപ്പിക്കാൻ കഴിയുക എന്ന് നമ്മൾ അവരുമായി സംസാരിച്ചാൽ ഒരു പക്ഷേ അവർ വന്ന് നിങ്ങളുടെ സൈറ്റുകൾ നോക്കുകയോ വന്ന് പിടിപ്പിച്ച് തരികയോ ഒക്കെ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം അതിന് സന്നദ്ധനുമാണ് എന്നറിയുന്നു. എന്തായാലും ഈ കാഴ്ച വല്ലാത്തൊരു അനുഭൂതി എനിക്ക് സമ്മാനിച്ചു. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന കാഴ്ചകളും സന്തോഷങ്ങളും അനുഭൂതികളും നിങ്ങളുമായി ഒക്കെ ഷെയർ ചെയ്യുക എന്നുള്ളതാണല്ലോ എൻ്റെ ഇഷ്ടം. അതിനാൽ അത് കൃഷി ചെയ്യുന്ന രീതിയും അദ്ദേഹം വെറുതെ പുല്ല് പിടിപ്പിക്കുകയല്ല, വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ചകിരിച്ചോറ്, മണ്ണും വളവുമെല്ലാം പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് അതിൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ തരത്തിൽ ചകിരിച്ചോറിൻ്റെ അളവുകൾ കൂട്ടി മണ്ണും വളവും ചേർത്ത് മിക്സ് ചെയ്ത് അത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പിന്നീട് അതിൽ പുല്ല് പാകുകയാണ് ചെയ്യുന്നത്. ഞാൻ പലയിടത്തും പുല്ലുകൾ വിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് കൃഷി ചെയ്യുന്ന സ്ഥലം അപൂർവമായിട്ട് അങ്ങനെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്തരമൊരു വീഡിയോ ചെയ്യുന്നത്. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഈ കാണുന്ന പേൾ ഗ്രാസ് എന്ന ബോർഡിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ ഒരു പരസ്യക്കാരനല്ല, എന്നാൽ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ചെടികളും കാര്യങ്ങളുമൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന പേര് തന്നെ അങ്ങനെയാണ് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ കൊടുത്തത്. അപ്പോൾ ഈ പച്ചപ്പ് കണ്ടപ്പോൾ അത്തരമൊരു കാഴ്ച നിങ്ങൾക്കും ഇരിക്കട്ടെ, നിങ്ങളും ഒന്ന് കണ്ട് ആസ്വദിക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വിശദമായി ഇതിനെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾ നോക്കുക, ഇത്ര വിശാലമായ സ്ഥലത്ത് ഓരോ ഗ്രേഡിലുള്ള പുല്ലുകളാണ് നിൽക്കുന്നത്. ഓരോ സമയത്ത് കൃഷി ചെയ്ത് പലതരം പുല്ലുകൾ അതിനകത്തുണ്ട്. അത് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. അതിൻ്റെ വലിപ്പം കൂടിയതും കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള പുല്ലുകളുണ്ട്. അത് അദ്ദേഹം പ്രത്യേക ഒരു ലൈനിട്ടായിട്ടാണ് കൃഷി ചെയ്തിട്ടുള്ളത്. കൃഷി ചെയ്ത സ്ഥലത്ത് നിന്ന് പുല്ല് ഓർഡർ അനുസരിച്ച് കൊണ്ടുപോയതിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഈ കാണുന്ന കാഴ്ചകൾ. അപ്പോൾ നമുക്ക് നമ്മുടെ മുറ്റത്ത് അതുപോലെ നമുക്ക് കൊച്ചിടങ്ങളിൽ 10-15 സ്ക്വയർ ഫീറ്റ് ഉള്ളത് വരെ ചിലപ്പോൾ ചിലർ പുല്ല് പിടിപ്പിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ എത്ര സ്ക്വയർ ഫീറ്റ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പോയി നമുക്ക് തന്നെ അദ്ദേഹം കട്ട് ചെയ്ത് തരും. അല്ലെങ്കിൽ അദ്ദേഹം വന്ന് അത് പുല്ല് വിരിച്ച് പിടിപ്പിച്ച് തരും, ഗ്യാരൻറ്റിയോടുകൂടി ചെയ്തു തരും എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇങ്ങനെ വ്യത്യസ്ത കാഴ്ചകളുമൊക്കെയായി ഓരോ ദിനവും ഇങ്ങനെ യാത്ര തുടരുകയാണ്. ആ യാത്രയിൽ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യും. ചകിരിച്ചോറുകൾ ലോഡ് കണക്കിന് കൊണ്ടുവന്ന് കൂട്ടി അതിൽ നിന്ന് ആവശ്യാനുസരണം അദ്ദേഹത്തിൻ്റെ വളവും മറ്റും ഒക്കെ മിക്സ് ചെയ്ത് ആ കൃഷിയോട് വളരെ മാനസികമായി ഇഷ്ടപ്പെട്ട തരത്തിൽ ആണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. സ്വാഭാവികമായും എല്ലാവരും കൃഷി ചെയ്യാറുണ്ട്, ബിസിനസ്സായി പലരും ചെയ്യാറുണ്ട്. പക്ഷേ ഓരോ കൃഷി രീതിയും
അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യുമ്പോൾ ആ കൃഷിയും ആ ബിസിനസ്സും വളരെ ഭംഗിയായി തന്നെ മുമ്പോട്ട് പോകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൽ കൃഷിരീതിയാണ് എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുത്തിയത്. അതിനാൽ ഞാൻ ആ കൃഷിരീതികളൊക്കെ നോക്കിക്കണ്ട് അങ്ങനെ വളരെ സന്തോഷത്തോടെ ആ കാഴ്ചകൾ നിങ്ങളിലേക്കും പകർത്തുന്നു. പച്ച പുല്ല് പിരിച്ച പുൽമൈതാനം ഇഷ്ടപ്പെടാത്ത കുട്ടികളോ മുതിർന്നവരോ പ്രായമായവരോ ഇല്ല എന്ന് നമുക്കറിയാം. അതിനാൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തുമാകട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ഇദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാം. പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാഴ്ചകൾ നിങ്ങളെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും എൻ്റെ ചാനൽ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ്. ഈ കാണുന്ന കറുകടം, മൂവാറ്റുപുഴയ്ക്കും കോതമംഗലത്തിനും ഇടയിൽ കറുകടം എന്ന സ്ഥലത്താണ് സെൻറ്റ് മേരീസ് പബ്ലിക് സ്കൂളിനോട് ചേർന്നാണ്. സെൻറ്റ് മേരീസ് പബ്ലിക് സ്കൂളിൻ്റെ കവാടമാണ് ഈ കാണുന്നത്. അതിനോട് ചേർന്ന ഗ്രൗണ്ടിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സന്തോഷവും നേർന്നുകൊണ്ട് നിർത്തട്ടെ. ഗുഡ് ബൈ.